ബെനഡിക്ട് പുണ്യവാളുടെ ചരിത്രത്തിൽ ഒരു രസകരമായ ഒരു അത്ഭുതം പറയാറുണ്ട്. നമുക്കറിയാം, ബെനഡിക്ട് പുണ്യവാൾ ഏറ്റവും കൂടുതൽ പൈശാചിക ശക്തി ബഹിഷ്കരിക്കുന്ന വലിയ ശുശ്രൂഷ ചെയ്ത് വലിയൊരു രസകരമായ അനുഭവത്തിൽ ഒരിക്കലും ഈ സന്യാസികൾ, അതായത് ബെനഡിക്ട് പുണ്യവാളുടെ കൂടെയുള്ള സന്യാസികൾ അവരിങ്ങനെ അവരുടെ കൃഷിപ്പണി നടക്കുമ്പോൾ ഒരു ചെറിയൊരു പാറ, ഈ പാറയൊന്ന് ഉരുട്ടി മാറ്റാൻ വേണ്ടി ഇവർ കുറേ നേരം ഇവർ 8-10 പേര് കടന്ന് നോക്കിയിട്ടും എത്ര നോക്കിയിട്ടും അനക്കാൻ പറ്റുന്നില്ല. എന്താ സംഭവം തുടങ്ങി പ്രസലോഷ്. അപ്പൊ ദൂരെയായിട്ട് ഇങ്ങനെ അകലേന്ന് ഇങ്ങനെ ഈ ബെനഡിക്ട് പുണ്യവാൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ദർശനത്തോട് കാണിച്ചു കൊടുക്കുന്ന സംഭവമുണ്ട്. രസം വെച്ചാൽ ഈ പാറയുടെ പുറത്തൊരു പിശാച് കയറിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പ്രസലോഷ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത് നോക്കി, ഇത് അമത്തി പിടിച്ചിരിക്കുക. പ്രസലോഷ്. ഈ സന്യാസികൾ മറിക്കാൻ നിൽക്കുമ്പോൾ ഇതിങ്ങനെ മുറുകെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കാം. ദൂരെ നിന്ന് കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തന്റെ അടുത്തുള്ള സന്യാസിയോട് പറയും, അതിന്റെ മുകളിൽ പൈശാച് കയറിയിരിക്കുന്നുണ്ട്, അവർക്ക് എടുക്കാൻ പറ്റാത്ത. എന്നിട്ട് ദൂരേന്ന് ആൾ ആജ്ഞാപിക്കുക യേശുനാമത്തിൽ. അപ്പൊ ഈ സംഭവം പെട്ടെന്ന് ഇവിടുന്ന് മാറും. പ്രസലോഷ്. മാറിക്കഴിയുമ്പോൾ പിന്നെ ഈസിയായിട്ട് ഇവർക്ക് മാറ്റാനായിട്ട് പറ്റുന്നതായിട്ടാണ് കാണുന്നത്. പ്രസലോഷ്. ഈ സന്യാസികൾക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇത് 2 മിനിറ്റ് മാത്രമേ കാണാൻ പറ്റുന്നു. പ്രസലോഷ്. ഇതുപോലെ ഓരോ സംഭവമുണ്ട്. ഇതുപോലെ ഓരോ രഹസ്യങ്ങളുണ്ട്. ഇത് കാണുന്നതാണ്. അപ്പോൾ ഈ ബെനഡിക്ട് പുണ്യവാൾ അതുകൊണ്ട് വിശുദ്ധിയൊക്കെ പാലിക്കുന്നത്, വിശുദ്ധിയുടെ എളിമയിൽ ജീവിക്കുന്നതിന്റെ കാരണം തന്നെ ഈ സംഭവം കാണാൻ വേണ്ടി. സ്വപ്നം ഭയം കൊണ്ട് കാണുന്നില്ല, പേടിച്ച് നമ്മൾ പലതും കാണും, പിശാചിനെ കൊണ്ട്. അതല്ല, ഇത് വിശുദ്ധി കൊണ്ട് കാണുന്നു. വിശുദ്ധിയുള്ള കണ്ണുകൊണ്ടേ അത് കാണാൻ പറ്റും. വിശുദ്ധിയുള്ള കണ്ണ്. ഇന്നത്തെ കണ്ണുകൾക്ക് വിശുദ്ധി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനിയുള്ള തലമുറയുടെ കൂടെ പിശാച് കിടന്നാൽ പോലും അവരറിയില്ല. ഇത് വലിയ സംഭവമാണ്. എന്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് കാണാൻ പറ്റും. അത് പരിശുദ്ധാത്മ കൊണ്ട് കാണാൻ പറ്റും. പരിശുദ്ധാത്മ കൊണ്ട് വിശുദ്ധി കൊണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഭയങ്കര ഹോളിനെസ് അവർ സൂക്ഷിച്ചതിന്റെ കാരണം എന്താ? ശരീരത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി അവർ ആഗ്രഹിച്ച് അവര് പാപത്തിൽ നിന്നെല്ലാം മാറുന്നതും അവരുടെ കണ്ണുകൾ നിർമ്മലമാക്കിയാൽ മാത്രമേ അത് കാണാൻ പറ്റൂ. അല്ലാതെ നമ്മുടെ ലെൻസ് കൊണ്ടൊന്നും കാണാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണുകൾ ഹോളിയാകണം, നമ്മുടെ കണ്ണുകൾ വിശുദ്ധമായിട്ട് തീരും. അപ്പൊ ഇത് ബ്ലോക്കുകൾ കാണാൻ പറ്റും. പാപം ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ സുഖം കളയാൻ വേണ്ടിയുള്ളതാണ്, സന്തോഷം കളയാൻ വേണ്ടിയുള്ളതാണ്. ഈ പാപം ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് പല സന്തോഷവും, ഫ്രീഡം ഇല്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് അതൊക്കെ അല്ലല്ല. നമ്മുടെ കണ്ണിന് കാഴ്ച നമുക്ക് പിന്നെ ഇരുട്ടിലായി പോകും. നമ്മൾ സത്യം അറിയാല, നമ്മളെ ആളുകൾ ചതിക്കും. ആളുകൾ വഞ്ചിക്കുന്നു, നമ്മൾ അറിയില്ല. ആര് പീഡിപ്പിച്ചാൽ നമ്മൾ അറിയില്ല. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധര. വിശുദ്ധിക്ക് വേണ്ടി അതാണ് 1 തെസ്സലോനിക്ക 4:3, 4:7-8. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം. അത് ശരീരത്തിന്റെ വിശുദ്ധിയൊക്കെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് ജടിക പാപങ്ങൾ ഓടി മാറാൻ പറയുന്നത്. വിശുദ്ധി ഇല്ലെങ്കിൽ നിങ്ങളെ ആളുകൾ കബളിപ്പിക്കും. അവിടെ നിങ്ങൾ അറിയില്ല, ഇത് പ്രവർത്തിക്കുന്ന അറിയാൻ പറ്റത്തില്ല.